അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏവർക്കും അൽ മിഹ്റാബ് മീഡിയയുടെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വലിയ പെരുന്നാൾ കഴിഞ്ഞ് തിരുവനന്തപുരം കോട്ടൂർ ആനസങ്കേതം കാണുന്നതിന് വേണ്ടി പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി റോഡ് പണിയും മറ്റു കാരണങ്ങളായിട്ട് അങ്ങോട്ട് ആരെയും കടത്തിവിടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നെയ്യാർ ഡാമിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കുറ്റിച്ചൽ നിന്ന് നെയ്യാർ ഡാമിലേക്കുള്ള യാത്രയും അതിനിടയിലുള്ള അതിസുന്ദരമായ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുറ്റിച്ചൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് പോകുന്നതിനിടയിലാണ് മാൻ പുനരധിവാസ പാർക്കുണ്ട്, അതുപോലെ തന്നെ കുട്ടവഞ്ചി സവാരി അവിടെ അന്വേഷിച്ചപ്പോൾ ശനി ഞായർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് മാൻ പാർക്ക് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് മാനുകൾ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളുമായിട്ട് പോയ പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ അങ്ങോട്ടൊക്കെയുള്ള റൂട്ട് വളരെ അതിമനോഹരമാണ്, ചെറിയ റൂട്ടാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നോക്കി പോവുക. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടവഞ്ചിയിൽ അവിടെ പോയപ്പോൾ നമുക്കൊരു ആനയും ഒരു ചെറിയൊരു ആനയും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ കുട്ടവഞ്ചി സവാരി ശനി ഞായറും ആണ് ഉള്ളതെന്നാണ് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ മാൻ പാർക്കും കണ്ട് നെയ്യാറിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പിടിയാനയും ഒരു കുട്ടി കൊമ്പനും അവിടെ നിൽക്കുന്നതുണ്ട്. നമ്മളെ മുതല പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. മുതല പാർക്ക് ശനിയും ഞായറും മാത്രമേ, കുട്ടവഞ്ചിയും അതിന് വിസിറ്റിങ് ശനിയും ഞായറും മാത്രമാണ് അനുവാദമുള്ളതെന്നാണ് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മളവിടെ നിന്ന് നെയ്യാറിലേക്ക് പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ നെയ്യാർ ഡാം എത്തി. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വണ്ടി തൊട്ടപ്പുറത്ത് അക്വേറിയമുണ്ട്, കുട്ടികളുടെ പാർക്കിൻ്റെ അപ്പുറ സൈഡിൽ അക്വേറിയമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. മഴ ആയതുകൊണ്ട് കുട്ടികളുള്ളത് കൊണ്ട് നമ്മൾ നേരെ വണ്ടി അതിനകത്ത് പാർക്ക് ചെയ്ത് അക്വേറിയത്തിൽ പോയി. അപ്പോൾ അവിടുത്തെ അത്യാവശ്യം വെറൈറ്റി മീനുകൾ നമുക്ക് അലങ്കാര മത്സ്യങ്ങളും മറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മനുഷ്യൻ്റെ മാവിലെയാണ്. നെടുമീൻ ആമസാ. അപ്പോൾ നെയ്യാർ ഡാമിലേക്ക് മഴയായിട്ട് നമ്മൾ രണ്ടാമതൊരു ട്രിപ്പ് വന്നതാണ്, പെരുന്നാൾ ട്രിപ്പ്.
കുറേ ദിവസങ്ങളായി പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ നമ്മൾ കേട്ടുള്ളതാണ് നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ശോചനീയമായ അവസ്ഥ. പാർക്കുകളുടെയും മറ്റും വൃത്തിയില്ലായ്മ, അതുപോലെ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ, പാർക്കുകളൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് പാർക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പവലിയൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. എത്ര തളർന്നു വന്നാലും ആ പവലിയനിൽ കയറി കാണുന്ന ഒരു കാഴ്ച എന്തുകൊണ്ടും മനസ്സിനെ ഒരു വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇത്തരം ചെറിയ കാഴ്ചകളടങ്ങിയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരുപാട് യാത്രകളുടെ വീഡിയോകൾ കയ്യിലുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാലതാമസം, അതിന് സമയം കിട്ടാതെ വരുന്നത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.